ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് അടിപൊളി ടേസ്റ്റിലൊരു പൂരി ഉണ്ടാക്കിയാലോ. കഴിച്ചാലും മതി വരില്ല, കറി പോലും ആവശ്യമില്ല, അത്രയും നല്ല ടേസ്റ്റാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതിനു വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ 1/2 ഗ്ലാസ് റവയാണ് എടുത്തത്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുറച്ച് സമയം ഒരു 2 മിനിറ്റ് നമുക്ക് വെക്കാം, നല്ലോണം കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം, പിന്നെ 3 പച്ചമുളകാണ്, അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണേ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. റവയിലുള്ള വെള്ളത്തിൽ തന്നെയാണ് ഞാൻ കുഴച്ചെടുത്തത്. പിന്നെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മൾ സാധാരണ പൂരിക്കൊക്കെ ആക്കുന്നതിൻ്റെ രൂപത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പം നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾസാക്കി എടുക്കാം. ബോൾസ് നമ്മൾ പൂരിക്കൊക്കെ അത്യാവശ്യം ആക്കുന്നില്ലേ, ആ രൂപത്തിൽ തന്നെയാണ് ബോൾസാക്കി എടുക്കേണ്ടത്. എല്ലാം നമുക്കിതുപോലെ ബോൾസാക്കി എടുക്കാം. ഇനി നമുക്കിതൊക്കെ നല്ലോണം പരത്തിയെടുക്കണേ. ഇനി ഇതൊക്കെ നമുക്ക് കുറച്ച് പൊടിയാക്കിയിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. അധികം നേർക്കാണ്ട്, നിങ്ങൾക്കറിയാമല്ലോ പൂരിക്കൊക്കെ നിങ്ങൾ പരത്തുന്നതനുസരിച്ച് അതുപോലെ തന്നെ പരത്തി കൊടുക്കേണ്ടത്. എല്ലാം നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. ആ സമയത്ത് നമ്മൾ എണ്ണ ചൂടാക്കാൻ വേണ്ടി വെക്കണേ. എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നും ഇതുപോലെ ഇട്ട് കൊടുക്കാം. നല്ലോണം പൊങ്ങി വരുന്നുണ്ട. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം ആക്കിയിട്ടിട്ടുണ്ട്, പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കുറേ സമയം എടുക്കില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പിന്നെ അടുത്തത് കൂടി ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ ഫ്ലെയിമൊന്നും കുറക്കാൻ പാടില്ല, നല്ല ഫ്ലെയിമിൽ തന്നെ ഇത് ആക്കണം. കാരണം എന്ന് വെച്ചാൽ എന്നാലേ നമുക്കിതുപോലെ പൊങ്ങി വരും. അതിനാണ്. ഇനി ഇതുകൂടി നമുക്ക് ആക്കിയെടുക്കാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളെല്ലാ പൂരിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ അടിപൊളി ടേസ്റ്റിലുള്ള വെറൈറ്റി ആയിട്ടുള്ള പൂരിയാണ് റെഡി ആയിട്ടുള്ളത്. ഇതിന് കറിയൊന്നും ആവശ്യമില്ല. നമ്മൾ കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ സോസൊക്കെ കൂട്ടിയിട്ടും കഴിക്കാം. അന്നേരം ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഞാൻ അതുപോലെയാണ് കഴിക്കാറ്. ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും ഇത് കണ്ടതിന് ശേഷം ഒരു തവണയെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ. അത്രയും നല്ല ടേസ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.